വെൽക്കം. ഹായ്, ഇന്ന് നമ്മൾ തൃശ്ശൂർ കേച്ചേരിയിലുള്ള നമ്മുടെ ഒരു ക്ലയന്റിന്റെ കൂടെയാണുള്ളത്. സോ നമുക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. എൻ്റെ പേര് ശ്രീദേവി. ഞാൻ KSFയിലാണ് വർക്ക് ചെയ്യുന്നത്. ഹസ്ബൻഡ് വിപിൻ എബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്. ഐഡിയ ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതലേ അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്റീരിയറിന്റെ കാര്യത്തിൽ അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല. വീട് ആദ്യം വാങ്ങിക്കാന്നുള്ള പ്ലാൻ വന്നപ്പോൾ തന്നെ നമ്മൾ ഒന്നും ആലോചിച്ചില്ല, ഐഡിയയെ കോണ്ടാക്ട് ചെയ്തു. പിന്നെ എല്ലാ കോണ്ടാക്റ്റും നമ്മൾ ഡിസൈനേഴ്സിനായിട്ടായിരുന്നു. വീടാകുമ്പോൾ നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്ക് ഒരുപാട് ഐഡിയാസ് ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം അതുപോലെ തന്നെ അവരോട് കൺവേ ചെയ്തു. കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അവർ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ 3D ചെയ്തു തന്നു. അതേപോലെ തന്നെ അതിലും പെർഫെക്റ്റ് ആയിട്ടെന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റായിട്ട് നമുക്ക് എക്സിക്യൂഷനും ചെയ്തു തന്നു. എനിക്കിങ്ങനെ സിമ്പിളായിട്ട് ഒരു ക്രോക്കറി യൂണിറ്റ് വേണമെന്നായിരുന്നു. അതാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എനിക്കിങ്ങനെ ഇതൊക്കെ കളക്ട് ചെയ്യുന്ന ഒരു ഹോബിയും കൂടെ ഉണ്ട്. അതുപോലെ നമ്മൾ ഈ വില്ല വാങ്ങിക്കുമ്പോൾ നമുക്കിവിടെ പൂജ യൂണിറ്റ് അല്ലെങ്കിൽ പൂജ റൂമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കൺസേൺ പറഞ്ഞപ്പോൾ എങ്ങനെ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐഡിയയിലേക്ക് എത്തുന്നത്. മക്കളെല്ലാവരും ജോലിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമയം ചെലവഴിക്കാൻ ഈ TV യൂണിറ്റാണ്. TV യൂണിറ്റിന്റെ ഡിസ്കഷൻ വന്നപ്പോൾ തന്നെ ഈ വാൾ കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ ഒരു ഐഡിയ. അങ്ങനെ കുറെ ഡിസൈൻസ് നോക്കി. അതിൽ വല്ലാതെ ബൾജ് ചെയ്ത് നിൽക്കുന്ന അങ്ങനത്തെ ഡിസൈനോടൊന്നും എനിക്ക് താല്പര്യമില്ല. അപ്പം മിനിമൽ ആയിട്ടുള്ള കളർ തീം ആണെങ്കിലും മിനിമൽ ആയിട്ടുള്ള ഡിസൈൻ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഇത് ചൂസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട്, ടോപ്പിലൊന്നും ഇല്ലാതെ എല്ലാം ഓർഗനൈസ്ഡ് ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുഷ് ഓപ്പൺ ക്യാബിൻസും, അതിലാണെങ്കിൽ ഹാൻഡിൽ ഇല്ലാത്ത കാരണം കുറച്ചും കൂടി എസ്തെറ്റിക്കലി ലുക്കും കൂടുതലാണ്. നമ്മുടെ ഡൈനിങ്ങും വാഷ് ഏരിയയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാനിറ്റി കൗണ്ടർ വരുന്നത്. ഫുഡ് കഴിക്കുന്നവർക്ക് അതൊരു ഡിസ്റ്റർബൻസ് ആവാണ്ടിരിക്കാനാണ് നമ്മൾ ഇവിടെ ആയിട്ട് വാഷ് ഏരിയ കൊടുത്തത്. ആ പാർട്ടീഷൻ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഇത് ബെഡ് കോട്ടും മിറർ യൂണിറ്റും വന്നപ്പോൾ തന്നെ നമുക്ക് സ്പേസ് അത്യാവശ്യം കൺജസ്റ്റഡ് ആയി. അപ്പോൾ നമുക്ക് വാർഡ്രോബ് എങ്ങനെ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതായിരുന്നു. അതൊരു ഡിഫിക്കൽട്ടായിരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ, ഇതൊരു ബാൽക്കണി ആയിരുന്നു. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്തതാണ്, ഒരു വാക്കിൻ വാർഡ്രോബ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് ലോങ് ആയിട്ടുള്ള ഡ്രസ്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു ഏരിയ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെ യൂസ് ആണുള്ളത് അതിനനുസരിച്ചുള്ള ക്യാബിൻസ് ആണ് ഇതിൽ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ചെറിയ സ്പേസ് ആയതുകൊണ്ട് ഇവിടെ നമുക്ക് ആക്സസിബിലിറ്റി ഭയങ്കര കുറവാണ്. അതുകൊണ്ട് അവർ യൂസ് ചെയ്തിരിക്കുന്ന ഹിഞ്ചസ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇതുപോലെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് തുറക്കുന്ന രീതിയിലുള്ള ഹിഞ്ചസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ബാൽക്കണി ആയിരുന്നു. അപ്പൊ ബാൽക്കണിയുടെ വ്യൂ കളയാതെ തന്നെ നമുക്ക് ഈ ക്ലോസറ്റ് ഇവിടെ ഇവര് ആഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ യൂസ്ഡ് ക്ലോത്ത് നമ്മൾ എവിടെയാന്ന് വെച്ചാൽ നമ്മളെ ബെഡിലോ അല്ലെങ്കിൽ നമ്മുടെ ചെയറിലോ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇടുക. പക്ഷെ അതിന് വേണ്ടിയിട്ട് നമുക്കതൊരു ഓർഗനൈസ്ഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്യാബിൻ ചെയ്തിട്ടുള്ളത്. അതിലാണെങ്കിൽ ഇങ്ങനെ വെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്മെല്ലിന്റെ ഇഷ്യൂസും വരില്ല. ഒരു വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കിച്ചൺ. അതുപോലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണാണ്. അപ്പൊ കിച്ചൺ ഏറ്റവും അടിപൊളിയായിട്ട് വേണമെന്നാണ് സ്ത്രീകളുടെ ഒരു ആഗ്രഹം. സാധാരണ കിച്ചണിൽ കട്ട്ലറി യൂണിറ്റ് ഒക്കെ ഇവിടെ താഴെയാണ് വരിക. പക്ഷെ ഞാനിവിടെ കുറച്ച് ഡിഫറെന്റ് ആയിട്ട് ഇവിടെ വേണമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കുക്ക് ചെയ്യുമ്പോൾ തന്നെ ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് ആക്സസ് ഉണ്ട്. അതായത് കട്ട്ലറി യൂണിറ്റും അതുപോലെ തന്നെ സ്പൈസസും ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ കൗണ്ടർ ടോപ്പിൽ ഇത് രണ്ടിലും കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് ഉണ്ട്. ഇത് നമ്മുടെ കുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിനുള്ള നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഇവിടെ സിങ്കിനും ഡിഷ് വാഷറും വരുമ്പോൾ കുറച്ച് ഹൈറ്റ് ഡിഫറൻസ് വേണം. ഇതിന് കുറച്ച് ഹൈറ്റ് അധികം വേണം. അപ്പൊ അതിനനുസരിച്ചാണ് ഇവിടെ അങ്ങനെ ചെയ്തത്. അതുപോലെ അപ്ലയൻസസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാനായിട്ട്, കൺവീനിയന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത് പുൾ ഔട്ട് യൂണിറ്റും ഈ റോളിംഗ് ഷട്ടറും. അപ്പൊ മിക്സിയൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതും ഭയങ്കര കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു ആക്സസറിയാണ്. നമുക്ക് പാത്രം കഴുകി ഡയറക്റ്റ് ആയിട്ട് നേരെ എടുത്ത് വെക്കാം. അപ്പോൾ അതിൽ വെള്ളം വരുന്നത് ഇതുപോലെ കളക്ട് ചെയ്തിട്ട് നമുക്ക് അത് ഡിസ്കാർഡ് ചെയ്യുകയും ചെയ്യാം. ഹൗസ് വാമിന് വന്ന എല്ലാവർക്കും ഈ വീട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഇവിടുത്തെ ഇന്റീരിയർ വർക്ക് എല്ലാവരും ആരാ ചെയ്തതെന്ന് ചോദിച്ചു. എല്ലാവർക്കും നല്ല അഭിപ്രായം. ഞങ്ങൾക്കും നമ്മുടെ വീടും ഇവരുടെ ഫേം തമ്മിൽ അത്യാവശ്യം നല്ല
ഡിസ്റ്റൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അഡീഷണൽ വേണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം എക്സ്പെൻസിൽ അവർ ഇവിടെ എത്തിച്ച് നമുക്കത് ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ സർവീസിലും എല്ലാത്തിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മളോട് കൂടെ ഇത്രയും സഹകരിച്ചതിനും കോപ്പറേറ്റ് ചെയ്തതിനും താങ്ക് യു സോ മച്ച്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.